ഫൈനലി ഗായ്സ് നമ്മുടെ ചെറുക്കനോട് നമ്മളൊരു ഫോൺ വാങ്ങിയിരിക്കും. കുറേ കാലമായിക്കണം എൻ്റെ മൂട്ടുകൂടെ അങ്ങനെ നടക്കുന്ന ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഒരു 15 ഉറുപ്പ്യൻ്റെ ഉള്ളിലൊരു 5G ഫോണായിരിക്കണം, നല്ലൊരു സാധനമായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാനൊന്ന് സജസ്റ്റ് ചെയ്താണ്. എന്നാൽ 15 പോകുമ്പോൾ വേണ്ട, എന്നാലൊരു 12 ഒതുങ്ങും ചെയ്യും. അപ്പോൾ മോട്ടറുള്ള ചക്ക എന്താ വെച്ചാൽ നെറ്റിന് പഠിക്കുന്ന ഒരു ചക്കയാണ്. ഫോണിങ്ങനെ ജസ്റ്റ് ഒരു ഡെയിലി യൂസിങ്ങിന് ഒരു സാധനം എന്നുള്ള ആൾക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഇതാക്കണം. അപ്പോൾ ചക്കനെ അൺബോക്സ് ചെയ്യട്ടെ ചെയ്തോളൂ, കുത്തിമറിച്ചിടല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണ്. ബാക്കിലൊക്കെ നല്ല ലെതർ ഫിനിഷാണുള്ളത് വരുന്നത്. ബാക്കിലൊക്കെ വാടപ്പോൾ കിട്ടും. കളറ് ആരെ സെലക്ട് ചെയ്ത്? കളർ ഏതായാലും അടിപൊളി ആയിക്കണ്. അപ്പോൾ ഇതാണ് മോട്ടോൻ്റെ G34 അറിയണ സാധനം. സംഗതി ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ ഫോൺ ഓണാക്കിയില്ല. എന്താണ് കുട്ടി ഫോൺ തന്നെ ഓണാക്കും. നല്ല വെയിലാണ് അല്ലേ? നല്ല വെയിലായതുകൊണ്ട് ഇന്ന ഫോണിൽ കാണുന്നുണ്ട്. അപ്പോൾ സാധനം അങ്ങനെ ഓണായി വരുന്നുണ്ട്. അപ്പോൾ ചെക്കൻ എന്താ വെച്ചാൽ എന്താ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അതൊന്നും ചെയ്ത സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ നമ്മൾ സാധനം ഇതാണ് ഓൺ സ്ക്രീൻ. IPS LCD ഡിസ്പ്ലേ ആണ്. അതിൽ 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ കൊടുക്കണ നല്ല സ്മൂത്തബിൾ കാര്യങ്ങളൊക്കെ അറബത്തിൽ നടക്കാം. എന്താ HD+ ഡിസ്പ്ലേ ആണെന്ന് വെച്ച് തോന്നുന്നത്. ഫുൾ HD+ അല്ലാന്ന് വെച്ച് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ചെക്കൻ എന്താ വെച്ചാൽ എന്താ നല്ല ചാർജ് നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പിന്നെ 18 വാട്ടിൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ചാർജായി കിട്ടാൻ 5000 mAh ചാർജായി കിട്ടാൻ കുറച്ച് കാലം കജ്ജും. ഇപ്പോൾ 2 മണിക്കൂർ കജ്ജും. പക്ഷേ ചെക്കൻ എന്താ വെച്ചാൽ അതൊന്നും വലിയ പ്രശ്നമല്ല. എന്താ വെച്ചാൽ നെറ്റിന് പഠിക്കണോണ്ടേ വായനയിൽ മുഴുകിയാൽ 2 മണിക്കൂർ അതിൻ്റെ നീച്ചുള്ളൂ. അപ്പോൾ നല്ല സീനില്ലാത്തതുകൊണ്ട് ചെക്കൻ എന്തോ 2 മണിക്കൂർ കൊണ്ടൊക്കെ ആയാൽ മതി. പിന്നെ ഏറ്റവും പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുന്ന ഏറ്റവും നല്ല ഫാസ്റ്റസ്റ്റ് പ്രൊസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 695 ഇതിൽ കൊടുക്കുന്നത്. 5G പ്രൊസസ്സറാണ്. പിന്നെ 828 കാര്യങ്ങളൊക്കെ സ്റ്റോറേജാണ് കിട്ടണത്. അപ്പോൾ പിന്നെ ഒന്നുകൂടി ഇതാവും. പിന്നെ ഗെയിമൊക്കെ കളിച്ചാൽ ചെക്കൻ വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഇതൊക്കെ നേടി. പക്ഷേ ഇതിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കത്തെ ഈ ഒരു ലെതർ ഫിനിഷും പിന്നെ ഈ മോട്ടോൻ്റെ ബ്രാൻഡിങ് ഒക്കെ കാണുമ്പോൾ നല്ല ഇതിലൊരു മട്ടം ഇവിടെ ഉണ്ട്. മോട്ടോൻ്റെ മോട്ടറോള G54 സ്റ്റീരിയോ സ്പീക്കർ പോലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഹെഡ്ഫോണൊക്കെ ഉണ്ട് ഫോണിൽ. എന്താ ഉള്ളത്? ചാർജറുണ്ട്. ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിലക്ക് ചാർജറും കാര്യങ്ങളും ഒരു ഡെയിലി യൂസിങ്ങിന് നല്ലൊരു ഫോണ്. പിന്നെ ചക്ക വലുപ്പത്തിൽ ഇവിടെ എന്താക്കിയാണ് എന്താ ടൈമൊക്കെ എഴുതി വെച്ചിരിക്കണ്. പിന്നെ ഈ കർട്ടൻ എന്താ വെച്ചാൽ ഒന്നത് പുറത്ത് വരാണ്ട് ഈ കർട്ടൻ്റെ മറയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണോണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ. പിന്നെ കടിച്ചിക്കണോനെ എന്നിട്ട് തുറക്കാൻ വെച്ചിട്ടത് നോക്ക്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കറൊക്കെ ഉള്ളൊരു ഫോണാണ്. അപ്പോൾ ഒച്ചയും പുള്ളിയൊക്കെ നല്ലോണം ഉണ്ടാവും. ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഹെഡ്സെറ്റ് ആയാലും ഇപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ വിളിച്ചാലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തവും സ്പഷ്ടമായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ സംഗതി ഇതാവും. 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ, പ്രൈമറി സെൻസർ 50 മെഗാപിക്സലിൻ്റെ ഒരു 2 ഒരാവശ്യമില്ലാത്ത മാക്രോ ക്യാമറയും കൊടുത്തതാണ്. അതിലൊക്കെ എടുക്കാവോ മനസ്സം. അപ്പോൾ നമുക്ക് പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ബസൽസൊക്കെ കുറച്ചുകൂടി കട്ടിയുള്ള ഐറ്റംസാണ്. കണ്ടില്ല നിങ്ങൾ, കുറച്ചുകൂടി കട്ടിയുണ്ട്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടി കട്ടി കുറവാണ്. അപ്പോൾ അത് ഒന്നുകൂടി സ്ലിം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ വെയ്റ്റ്ലെസ് സാധനമാണ്. 5000 mAh ആണെങ്കിലും വെയ്റ്റ്ലെസ് സാധനമാണ്. ഓനെപ്പോഴും നോക്കിയില്ല വെയ്റ്റ്ലെസ് ആണെന്നുള്ളത്. കനം കുറവാണ്.
കനം കുറവാണ്. ഇത് റെഡ്മിൻ്റെ ലൊട്ടിയെ MIൻ്റെ 50 MP എന്താ ക്വാഡ് പിക്സലോ. ഓ ആയിക്കോട്ടെ. അപ്പോൾ സംഗതി ലുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം ഇതിലിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ മേലെന്ത് ചെയ്ത് വെച്ചാണ് ഡോൾബി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി മനസ്സിന് പറഞ്ഞേ. ഡോൾബി അറ്റ്മോസ്ഫിയർ സാധനമൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ വെറുതെ ഫോണിലാണ് കൊടുക്കാതെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ സംഗതി സെറ്റാവും. അപ്പൊ സംഗതി ഇതാണ്. സീപോർട്ടാണ്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്? ഇനി ഫോണ്ടായിട്ട് ഇജാ ലോക്ക് ഒന്നുകൂടി തുറന്നാട്ടെ. എൻ്റെ തല 25.3. ഓ ഇജാതി ലോക്ക് ഫസ്റ്റ് തന്നെ. അപ്പോൾ 828 സ്റ്റോറേജ് അല്ലേ കാര്യങ്ങൾ. ആൻഡ്രോയിഡ് 13 14 എന്നൊക്കെയാണ് എന്താ സൈറ്റിൽ കാണുന്നത്. ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ഏത് ഫോൺ ഇട്ടാലും മനുഷ്യന് ക്യാമറക്ക് പോകാൻ അത്ര അത്യാവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ ആർക്കും ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കേണ്ടി വരില്ല ഇടയ്ക്ക്. പിന്നെ ക്യാമറൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രത്തോളം ഉണ്ട് വെച്ചാൽ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു മട്ടം എന്തത് പോരാ പറഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കും. എടുത്തതിൻ്റെ ഇജ്ജ് കണ്ടു നോക്ക്. ഇജ്ജേ എന്താ വെച്ചാൽ ഇത് ഫോക്കസ് ആണല്ലോ സംഗതി. എന്തായാലും നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കുക. മനസ്സിലായി എനിക്ക്? ഫോട്ടോൻ്റെ ഒരു ക്ലാരിറ്റി ആണ് ഇതേക്കാരപ്പോൾ. എന്ത് നെക്കിലും വരാത്ത ഇതൊക്കെ കഴിയണം അവിടെ. ഫോട്ടോൻ്റെ ഒരു ക്ലാരിറ്റി ആണ് ഇതാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഇല്ലാത്ത എന്നാൽ കുഴപ്പമില്ല. ചെക്കന് ഇപ്പം അതിൻ്റെ ക്ലാരിറ്റി ആവശ്യമില്ല. പിന്നെ ഭയങ്കര വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താണ് ഒരു ഇതുണ്ട്. അങ്ങോട്ടൊന്നും എടുക്കണ്ട സംഗതി. നമുക്ക് ഈ മോട്ടോൻ്റെ പെട്ടിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാം. അടച്ചാ ഓട്ടോ ഫോക്കസ് ഒക്കെ ഉണ്ടോക്കട്ടെ. അതങ്ങനെ തന്നെ. ഇതാണ് ഇത്. പിന്നെ ഈ ഫോണിൽ ഇങ്ങനെ കാണിച്ചിരുമ്പോൾ അതിൻ്റെ ക്ലിയർ എത്രത്തോളം ആണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഫോണിൽ കാണുമ്പോൾ വേറെ ഒരു ഇതിലാണ് കാണുന്നത്. റിയൽമിൻ്റെ ഒരു കളറിങ് കൂടി ഇതിലുണ്ട്, നമുക്ക് കൂട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഇതായതുകൊണ്ട്. പിന്നെ ഇപ്പോൾ പോർട്രേറ്റിൽ ഒന്ന് ഷൂട്ട് ചെയ്താൽ വെച്ചാൽ പോർട്രേറ്റിലൊരു ഫോട്ടോ എടുത്തോട്ടെ. ഞാനുണ്ട് പോർട്രേറ്റ് എത്രത്തോളം ക്യാപ്ചറിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇതാണ് പോർട്രേറ്റിൻ്റെ ഒരു ലെവൽ. പോർട്രേറ്റ് മാറിയാണ്, ഫോക്കസ് മാറിയാണ്. ഫോക്കസ് ഒന്ന് കറക്റ്റ് ആക്കിക്കാം. പ്രോസസ്സിങ് ആവുന്നുണ്ട്. പോർട്രേറ്റ് പിന്നെയും കൊള്ളായി. നിൽക്ക് തൊടല്ലേ തൊടാടെടുത്താൽ മതി. അത് കറക്റ്റ് ആയിക്കണം ഇയാളെ. പിന്നെ ഇപ്പോൾ ഈ ഫോൺ വാങ്ങിക്കണ ഡെയിലി യൂസിങ്ങിനാണല്ലോ. ക്യാമറയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്രത്തോളം ആണോ വേണ്ടെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചെക്കൻ ഏതായാലും ഒരു ഫോണ് ഇതിപ്പോൾ താൽക്കാലികമാണെന്ന് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി iPhone 15 Pro അല്ലെങ്കിൽ 16 ഇനി ഇറങ്ങണ 16 ഒക്കെ എടുക്കണം എന്നൊക്കെ പറയണത്. സംഗതി അങ്ങനെയൊക്കെ തന്നെ. എന്നാലേ റേഞ്ച് തരുന്നുണ്ടോ 5G കിട്ടുന്നുണ്ടോ ഒക്കെ നോക്കിക്കോട്ടോ.